കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഇതേ ഈ ഒരു വീഡിയോയിൽ പറയുന്നു. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പൊ ഇതേ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോവിലകം മാമ്പഴ പുളിശ്ശേരി റെസിപ്പിയാണ്. ഫസ്റ്റ് ഇതേ മാങ്ങയൊക്കെ ഇത് നന്നായി കഴുകി തോലൊക്കെ ചീന്തി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കട്ടെ. ഞാനിവിടെ ഒരു ഒറ്റ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി അടിച്ചെടുക്കട്ടെ. അതിൽ വേറെ ഒന്നും ഇടരുത് നിങ്ങൾ. ആ ഒരു ശകര നേരം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ചേക്കുന്നത്. അതൊന്ന് ഇളക്കി സെറ്റ് ആയതിന് ശേഷമാണ് ഞാൻ നെയ്യ് ഒഴിച്ചേക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു കൂട്ടില്ലേ അത് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാവാൻ വെച്ചേക്കാണ്. പിന്നെ നമ്മൾ നെയ്യിലല്ല കേട്ടോ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നെയ്യിലാണ് കടുകും ഉലുവയും കറിവേപ്പിലും ഉണക്കമുളകും കൂടി വറുത്തെടുത്തേക്കണത്. അത് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. സംഭവം അത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിൾ ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിൽ ഇത് നെയ്യ് ഒഴിക്കണം. നിങ്ങൾ വെളിച്ചെണ്ണയും ഓയിലൊന്നും ഒഴിച്ച് കൊളാക്കരുത് കേട്ടോ. പിന്നെ ഇത് ഉപ്പേരിയും അപ്പുറത്ത് കൂടെ ഞാൻ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടും റെഡി ആവുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വറുത്തിട്ടത്. ആ വറുത്തിട്ട വടിക്കന്നെ ഞാൻ ഗ്യാസ് മുന്നേ അത് ഇറക്കി വെക്കും കേട്ടോ. പിന്നെ ഒന്ന് മൂടി വെച്ചേക്കാണ്. ആ ഗ്യാപ്പിലാണ് ഞാൻ ഈ പാത്രം കഴുകണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതേ സംഭവം ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയും കുറെ നേരം ഞാനിത് അടച്ചു വെക്കും. ഇനി കഴിക്കാൻ നേരത്തെ എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഉപ്പേരി ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ തേജു ഇതേ ക്ലാസ് കഴിഞ്ഞ് വരാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉമ്മറത്തേക്കാണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് തണലിന്റെ അവിടേക്ക് വന്ന് നിൽക്കുകയാണ് അവനെ കാത്തിട്ട്. ഹാപ്പിയോ സ്കൂള് കിട്ടിയോ? തേജുവിന്റെ വണ്ടി പോയി. ഈ തേജുവിന് എത്ര ദിവസം തേജു ലീവ്? എണ്ണി ഇരിക്കായിരുന്നു അല്ലേ? നമ്മുടെ തേജുവിന്റെ സ്കൂൾ അടച്ചുവിട്ടാ. ഇനി 1ാം ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോയാൽ മതി കുട്ടിക്ക്. അപ്പോൾ അതേ നമ്മുടെ ചെടികളിലൊക്കെ അതേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താ 10 മണി 4 മണി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ തേജുവിന് ഇത് വണ്ടിയിൽ നിന്ന് കുട്ടികൾ കൊടുത്തേക്കാട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് പോരല്ല വരിക. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ്. പിന്നെ അതേ ഇത് സ്കൂളിൽ നിന്ന് അവൻ്റെ ക്ലാസ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്കൊല്ലം അത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇതേ നമ്മൾ തുറന്നു നോക്കുന്നുണ്ട്. ഞാൻ തേജുവിൻ്റെ ഫോട്ടോ എന്താ പാടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ക്ലാസ് ഫോട്ടോൻ്റെ അന്ന് തേജു മുടിയൊന്നും വെട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇളിച്ചോണ്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പോകുമ്പോൾ പല്ല് കാട്ടി ഓവറായി ചിരിക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ തോന്നുന്നു പല്ലിങ്ങനെ അടച്ച് പിടിച്ച് ചിരിച്ചേക്കാണ്. ഇത് UKG ക്ലാസ് ഫോട്ടോയാണെങ്കിൽ ഇത് LKG ക്ലാസ് ഫോട്ടോയാണ് കേട്ടോ. പ്രാവശ്യം മുടി വെട്ടാത്തോണ്ട് മുഖച്ചായ്ക്ക് ഒരു മാറ്റം പോലെ എനിക്ക് തോന്നിയിട്ടാ. പിന്നെ ഇതേ കഴിക്കാൻ നേരത്തെ കറി എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കുറുന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് മാങ്ങാക്കറി വന്നിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരിയും മാങ്ങാക്കറിയും പപ്പടൊക്കെ കൂടിയിട്ട് ഇതേ തേജുവിന് കൊടുത്തു. പിന്നെ മാങ്ങ ഉണ്ടല്ലോ അത് ഞാൻ കഴിച്ചു കിട്ടാം. അപ്പൊ ഇങ്ങനെ പുളിശ്ശേരി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചോക്കൂ കേട്ടോ. ബൈ.